ഹായ് മക്കളെ, 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സയൻസ് തിരഞ്ഞെടുത്തത്? കേവലം പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടി മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പ്യുവർ സയൻസിൻ്റെ വിശാലമായ ഒരു ലോകം ഇന്ത്യയിൽ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് പ്യുവർ സയൻസിൽ ഡിഗ്രി എടുത്ത് അതിന് റിസർച്ചൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചാണ്. ഇന്ത്യയിലാകെ 7 ഐസറുകളാണ് ഉള്ളത്. അതിലൊന്ന് മക്കളെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ട്രിവാൻഡ്രത്താണ്. സോ ഒന്നാമത്തെ ഐസർ ഏതാണെന്ന് വെച്ചാൽ ഐസർ ട്രിവാൻഡ്രം ആണ്. ആൻഡ് രണ്ടാമതൊരു ഐസർ നിങ്ങൾക്ക് കാണാം, ഐസർ ഭോപ്പാൽ. ദെൻ മൂന്നാമത്തെ ഐസർ കൊൽക്കത്ത. നാലാമത്തെ ഐസർ മൊഹാലി. ദെൻ ഐസർ പൂനെ. അതേപോലെ ഐസർ ബരംപൂർ കാണാം. ദെൻ അതേപോലെ ഐസർ തിരുപ്പതി കാണാം. മക്കളെ, ഈ ഐസറുകളുടെയൊക്കെ ചിത്രം ഞാൻ കാണിച്ചു വന്നത് നിങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ക്യാമ്പസുകളായവ ഇവയിൽ എങ്ങനെ നമുക്ക് എത്തിച്ചേരാം. നമ്മൾ +2 കഴിഞ്ഞിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ഒരു അഡ്മിഷൻ എടുക്കുക എങ്ങനെയാണ്, ഏത് കോഴ്സിലാണ് മക്കളെ നമുക്ക് അഡ്മിഷൻ ഉള്ളതെന്നറിയോ? ഇൻറ്റഗ്രേറ്റഡ് BS-MS പ്രോഗ്രാമാണ്. UG + PG ആണ് സയൻസിൽ. ഓക്കെ, 5 ഇയർ കോഴ്സ് ആയത്. ഈ 5 ഇയർ കോഴ്സിലേക്ക് അഡ്മിഷൻ സാധ്യമാവുന്നത് ത്രൂ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IAT. സോ നമ്മൾ IAT എന്ന് പറയുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇന്ത്യയിൽ 7 ഐസറുകളിൽ ഒരു ഐസറുകളിലേക്ക് അഡ്മിഷൻ സാധ്യമാവുക. ഓക്കെ, ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഓൾറെഡി ക്ഷണിച്ചിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ മെയ് 13 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏതാ വെബ്സൈറ്റ് എന്നറിയോ? iceradmission.in. iceradmission.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. എന്താ മക്കളെ, ഈ ഒരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 കംപ്ലീറ്റഡ് സ്റ്റുഡൻസിനാണ്. +2 പാസ്സായിട്ടുള്ള 2022 2023 +2 പാസ്സായ കുട്ടികൾ, അല്ലെങ്കിൽ 2024 റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന കുട്ടികൾക്കും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപേക്ഷിക്കാവുന്നതാണ്. മക്കളെ, അപേക്ഷിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ SC അല്ലെങ്കിൽ ST അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ 55% +2-ൽ 55% അഗ്രിഗേറ്റ് എന്ന് പറയുമ്പം +2-ൽ ഓൾ ടുഗദർ 55% മാർക്ക് ഉണ്ടായിരിക്കണം. അതേഴ്സ് ആണെങ്കിൽ ജനറൽ കാറ്റഗറി, OBC അതേഴ്സ് ഒക്കെ ആണെങ്കിൽ 60% സ്കോർ ഉണ്ടായിരിക്കണം +2 എക്സാമിൽ. അത് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതേ ഉള്ളൂ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മക്കളെ, ഈ എക്സാമിൻ്റെ മോഡ് എന്ന് പറയുന്നത് CBT ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. എന്തൊക്കെയാണ് CBTയുടെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. മക്കൾ, ഒന്നാമത്തെ കാര്യം, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാൻ പോകുന്ന 60 ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ ഉണ്ടാവുക. 15 ക്വസ്റ്റ്യൻ ഫ്രം ഫിസിക്സ്, 15 ക്വസ്റ്റ്യൻ ഫ്രം കെമിസ്ട്രി, 15 മാത്തമാറ്റിക്സിൽ നിന്ന്, 15 ബയോളജിയിൽ നിന്ന്. സോ ഈ 4 സബ്ജക്റ്റിൽ നിന്നും 15 വീതം ചോദ്യങ്ങൾ. ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആണ്. ഡ്യൂറേഷൻ 180 മിനിറ്റ്സ് ആണ്. 180 മിനിറ്റ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ നമുക്ക് 4 മാർക്ക് കിട്ടും. അതേസമയം ഒരു റോങ് റെസ്പോൺസ് വന്നാൽ 1 മാർക്ക് കുറയും, -1 മാർക്ക്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സിലബസ് എന്ന് പറയുന്ന മക്കളെ റിവൈസ്ഡ് NCERT ആണ്. സോ ഓൾറെഡി പല ടോപ്പിക്കുകളും NCERTയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഡിലീറ്റ് ചെയ്തതിൽ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി NCERT പോർഷൻ തന്നെയാണ് ഈ ഒരു ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനുള്ള സിലബസ് എന്ന് പറയുന്നത്. മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് അപ്ലൈ ചെയ്യണം. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമുക്ക് ടോപ്പ് റാങ്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മറ്റൊരു ക്യാമ്പസാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IISc ബാംഗ്ലൂർ. സോ IISc ബാംഗ്ലൂരിൽ നമുക്ക് ബാച്ചുലർ ഓഫ് സയൻസ് 4 ഇയർ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരവസരം കൂടെ ഈ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു.